2-3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡിസംബറിൽ വീണ്ടും ഈ പടം റീസ്കെഡ്യൂൾ ആവുക. ആ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തി അന്നേരം ഞങ്ങൾക്ക് അവിടെ ഹോട്ടലിൽ അതാണ് ആ പ്രശ്നം എന്ന് പറഞ്ഞത്. ലക്ഷ്മി പ്രിയ മാഡത്തിനും ജാഫർ ഇടുക്കി സാറിനും ആണെങ്കിൽ ഇവിടെ റൂം തരാം, വേറെ ഒരു മനുഷ്യരും ഇവിടെ റൂം എടുക്കാൻ പാടില്ല. അതെ, റൂം തരില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ട് അവിടെ റൂം കിട്ടിയിരുന്ന അവർ പ്രൊഡക്ഷന് നഷ്ടം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി കാരണം. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇന്ന ആൾക്കാർക്കാണെങ്കിൽ റൂം തരാം, ഇല്ലാത്ത വേറെ ഒരു മനുഷ്യർക്കും റൂം തരില്ല എന്ന് പറഞ്ഞിട്ട് പലരും പല സ്ഥലത്താണ് പിന്നീട് താമസിച്ചത്. അത് ചേട്ടൻ അറിയാലോ, ഈ ആറ്റിങ്ങല് ചിറയൻകീഴ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു മീഡിയം റേഞ്ചൊക്കെ ഉള്ളൂ. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവർ താമസിക്കുന്നത്, പിറ്റേ സ്കെഡ്യൂൾ താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെയും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും CCTV ഫൂട്ടേജസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാത്തിനും കോടതി പോകുന്ന അൻസിബ, എല്ലാവരെയും പ്രശ്നക്കാരാക്കുന്ന അൻസിബ, എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന അൻസിബ, ഇതൊന്നും ഞാൻ എൻ്റെ ചങ്ക് പൊട്ടിയിട്ടാണ് സുരേഷ് ഏട്ടൻ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ഞാനിത് തുറന്നു പറയുന്നത് അതെ, അതിൽ നമുക്കാർക്കും പരാതിയില്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡിസംബറിൽ ഞാൻ ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് കാശിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എൻ്റെ അടുത്ത് രേഖയുണ്ട്, തന്നതിന് തെളിവുണ്ട്. അപ്പോൾ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. പിന്നെ ചേച്ചിയുടെ അടുത്ത് 2 പ്രാവശ്യവും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അവൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു കുട്ടിയാണ്, ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ 2 തവണയും കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇനി അവർ തമ്മിലൊക്കെ എല്ലാവരുമായിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് ഞാൻ ചെന്ന് പറഞ്ഞു എന്നതായിരിക്കാം ഒരു പക്ഷേ ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ചവരുടെ അടുത്ത് പോലും എനിക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ക്യാമറയുടെ മുന്നിലാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. അപ്പോൾ ഈ പോലീസ് ഓഫീസർ ചോദിച്ചു, എവിടെ നമ്മുടെ ഹിൽ പാലസിൽ നിങ്ങൾ തമ്മിൽ മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് വേറൊരു വിഷയമുണ്ട്, പക്ഷെ അത് അവരുടെ പേഴ്സണൽ കാര്യമുണ്ട്, അത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ടിനി ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനി ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എൻ്റെ അങ്ങനെ ഒരു സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ടിനി ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ അങ്ങനെ അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്, അതിൽ എനിക്ക് എന്താണ്? അവർ കന്യാകുമാരി പോയാൽ എനിക്കെന്താ, പോയില്ലെങ്കിൽ എനിക്കെന്താ? അതിൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാൽ അന്ന് ഇവർ 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലല്ലോ ഇദ്ദേഹം വരുമെന്നും ഇവർ കന്യാകുമാരി പോകുന്നൊന്നും എനിക്കറിയില്ല. 3000 രൂപയും കൊടുത്തിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴത്തേനും ഇവിടെ ഈ പേടിഎമ്മും ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഒരു ഹിന്ദിക്കാരൻ പയ്യൻ്റെ കടയിൽ ഒരു എൻ്റെ മകൾക്ക് ചോക്ലേറ്റ് മേടിക്കാൻ ഒരു ചില്ലറ പോലും എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മുഴുവൻ ചില്ലറയും ആ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ആയിരിക്കാം എന്നോടുള്ള വൈരാഗ്യത്തിന് കാരണം. പക്ഷേ ഈ പറയുന്ന യൂട്യൂബേഴ്സ് അടക്കം ധാരാളം പേര് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? ഈ പറയുന്നവരൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എൻ്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല,
സെപ്റ്റംബർ 13 ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണ. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും അവര് കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained, get placed. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ ഈ നിരപരാധിയായ എന്നെ അവിടെ കൊണ്ടുപോയത് എന്ത് കാര്യത്തിനാണ്? ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ്? ഇതെല്ലാം ഈ പറഞ്ഞ വളരെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ അതെ, അല്ല അല്ല. പക്ഷേ ചിലരൊക്കെ ചെയ്യുമ്പോൾ അത് പിന്നെ എന്താ പറയാ, അത് ഭയങ്കര നിയമവിരുദ്ധമല്ലാത്തതും എന്നെ പോലത്തെ ആൾക്കാർ, ഇപ്പൊ ഞാൻ ചെയ്തു എന്നല്ല പറയുന്നത്, എന്നെ പോലത്തെ ഉള്ള ആൾക്കാർ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ, അവിടെ പോയാൽ, അവിടെ കൂട്ടിരുന്നാൽ, ഞാൻ പോയിട്ടേ ഉള്ളൂ, കയ്യും കെട്ടി അവിടെ നോക്കി ഇരുന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ എന്താ പറയാ നിയമവിരുദ്ധവുമാകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളല്ലേ? അത്രയേറെ ഗുരുതരമായ വിഷയം ഉണ്ടായിട്ടും ഇതൊന്നും പറയാൻ അമ്മയിൽ ജനറൽ ബോഡിയിൽ പറയാനായിട്ടുള്ള അവസരം ഉണ്ടായില്ലേ? ഞങ്ങളെ ആർക്കും കേൾക്കണ്ടായിരുന്നു. ഇതിനൊക്കെ അടക്കമുള്ള ഇപ്പൊ ഈ ബ്ലെൻഡിൽ പോയതാണെങ്കിലും അതിന്റെ തെളിവ് സഹിതം എന്നെ ആണല്ലോ ഈ ആരോപിക്കുന്ന മൊത്തം. അതിൽ ഞാൻ എന്ത് ചെയ്തു, മറ്റുള്ളവർ എന്തു ചെയ്തു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ സഹിതം ആ ബ്ലെൻഡിൽ ചെലവാക്കിയ കാര്യം ഇതൊന്നും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയമാണ്. അതെ, അവര് അമ്മയെ ആരോപിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല, അതിന്റെ പേരിലല്ല ഇത് പറയുന്നത്. നമ്മൾ നിങ്ങൾക്ക് അതിനകത്ത് അമ്മ അവിടുന്ന് ഫണ്ട് വാങ്ങിച്ചതിനെ സംബന്ധിച്ചുള്ള വിഷയം പറയുന്നുണ്ട്. അവർ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതിനെ കുറിച്ച് പറയുന്നു. കണക്കുകൾ നന്നായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ശ്വേതാ മേനോനെ പോലെ ഒരു പ്രസിഡന്റ് അത്രയും പ്രാപ്തിയല്ല എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അൻസിബ പറയുന്നത്. അതായത് പേഴ്സണലായിട്ട് അത് മാത്രമല്ല, ബ്ലെൻഡിലെ കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഞങ്ങളുടെ സഹപ്രവർത്തകർക്കിടയിൽ തന്നെ എനിക്ക് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് പ്രൂവ് ചെയ്യണമല്ലോ. ഒരുപാട് പേരെടുത്ത് എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ ദുബായി പോയതുപോലെ ഞാൻ ബാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നു പോയത്. എൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, ഞാനും ആ മോളും കൂടിയാണ് പോയത്. അവിടെ വളരെ മനോഹരമായിട്ട് വൈകുന്നേരത്ത് ഡിന്നർ. ഫസ്റ്റ് ഇത് റെസ്റ്റോ ബാർന്ന് കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇട്ടിട്ട് ഓടിയതാണ്, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ അതൊരു ഫാമിലി ആംബിയൻസ്. നമ്മളിപ്പോൾ മുല്ലപ്പന്തലിലൊക്കെ പോയി കഴിക്കുന്നില്ലേ ചേട്ടാ, ഇത് ആൾക്കാർ ഓർക്കുന്ന ഡാൻസ് ബാർ ആണെന്നാണ് ഓർക്കുന്നത്. ഡാൻസ് ബാർ അല്ല ഇത്. കുടുംബമായിട്ട് ആൾക്കാർ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ മദ്യം ആവശ്യമുള്ളവർ മദ്യപിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ കുഞ്ഞു ഒരു പാട്ട് പാടി, എനിക്ക് അവളുടെ അത്രയും പോലും പാടാൻ അറിയാത്തതുകൊണ്ട് ഞാനൊരു കവിത ചൊല്ലി. ഇതാണ് സത്യം. അപ്പൊ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, 23 വയസ്സുള്ള മകൻ, ആ ചേച്ചിയുടെ മറ്റു സുഹൃത്തുക്കള്, പിന്നെ പറഞ്ഞു വരുമ്പോൾ ഒരു വക്കീലുണ്ട്. ആ വക്കീലെന്ന് പറയുന്നത് എൻ്റെ ഒരു അമ്മാവനായിട്ട് വരും, എൻ്റെ റിലേറ്റീവാണ്, എൻ്റെ ഉമ്മയുടെ ഒരു ബ്രദറാണത്. പ്ലാമൂട്ടിൽ കുടുംബം എന്ന് പറഞ്ഞ പിള്ളേർ എൻ്റെ വീട്ടിൽ വരും പ്ലാമൂട്ടിൽ നിന്നാണ്. നമ്മളാണ് ഇത് എൻ്റെ അമ്മാവനാന്ന് ഞാൻ അറിയാം. അയ്യോ, ഞാൻ പറഞ്ഞു അപ്പൊ ഇവിടെ വന്നോണ്ട് എനിക്ക് എൻ്റെ അമ്മാവനെ കിട്ടിയല്ലോ, അത് കളഞ്ഞുപോയ അമ്മാവനെ കിട്ടിയല്ലോ എന്നൊക്കെ പറയും. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ കണ്ടാണ്, ഓർമ്മയില്ല. അത് എൻ്റെ അമ്മയുടെ നേരെ ബ്രദറിനെ പോലെയാണ് ആ പുള്ളി കാണാനും ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് ചിരിച്ചും കളിച്ചും ഇരുന്ന് പോകുന്നൊരു സ്ഥലമാണ്. അവിടെ പോയതിനാണ് അത് പൂട്ടിയും പോയി കേട്ടോ. ആ സ്ഥാപനമേ പൂട്ടി പോയി. എന്നിട്ട് പിന്നെ അതിപ്പോ വേറൊരു റെസ്റ്റോ ബാറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. ഇതിനകത്ത് പൊതുവെ പുറകിൽ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീഫൻ ദേവസിയുടെ ഒരു പ്രോഗ്രാം, അതായത് നമ്മുടെ കുടുംബ സംഗമത്തിന് ഒരു വലിയൊരു എമൗണ്ടിന്റെ കാര്യം 4 ലക്ഷം രൂപ മറ്റാണെന്നാണ് എന്റെ അറിവ്. അങ്ങനെ ഒരു കണക്ക് സ്റ്റീഫന് കൊടുത്തു എന്ന് പറയുന്നു. നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടന്റിന്റെ അല്ലെങ്കിൽ ട്രഷറുടെ അശ്രദ്ധ മുന്നിൽ 2 ലക്ഷം തിരിച്ചു. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? അതായത് സ്റ്റീഫൻ ദേവസി 15 ലക്ഷം രൂപയാണ് നമ്മളോട് ചോദിച്ചത്. അത് ഈ അൻസിബയും അല്ലെങ്കിൽ മറ്റു ആൾക്കാരൊക്കെ ഈ ചാനലിൽ വന്നിരുന്നിട്ട് പറയുന്ന പോലത്തെ ഒരു കാര്യമല്ല. 20 മിനിറ്റ് നേരം സ്റ്റേജിൽ സ്റ്റീഫൻ വന്നതിനല്ല നമ്മൾ ആ 11 ലക്ഷം രൂപ കൊടുത്തത്. അദ്ദേഹം 15 ലക്ഷം രൂപ ചോദിച്ചെടുത്ത് നമ്മളത് സംസാരിച്ചത് പുള്ളി 11 ലക്ഷത്തിന് സമ്മതിക്കുവാണ് ചെയ്തത്. പ്ലസ് അതിൻ്റെ GST അടക്കം വേണ്ട 13 ലക്ഷത്തി ചില്ലറ രൂപ നമ്മൾ കൊടുത്തു. അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്, ലോകം മുഴുവനും പ്രോഗ്രാംസ് നടത്തുന്ന ഒരു കലാകാരനാണ്. അപ്പം അമ്മ പോലൊരു സ്ഥാപനത്തിൽ അതിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആയിരിക്കുന്ന ഞങ്ങൾ പോയിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കാനുള്ള ഒരു ഇൻഹിബിഷൻ ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾക്കത് ചോദിക്കാനായിട്ടുള്ളത് പറ്റിയില്ല. അപ്പോൾ പക്ഷേ അങ്ങനെ ഫ്രീ ആയിട്ട് അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിലും അൻസിബ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. സ്റ്റീഫൻ ദേവസിയെ പോലൊരാൾ ഫ്രീ ആയിട്ട് പരിപാടി നടത്തി തരുമായിരുന്നല്ലോ എന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഈ അൻസിബ ഫ്രീ ആയിട്ട് സ്റ്റീഫൻ ദേവസിയെ കൊണ്ട് ഇത് മേടിക്കാഞ്ഞ? എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുകയാണ്. അതായത്
11 ലക്ഷമോ 12 ലക്ഷമോ രൂപ അമ്മയ്ക്ക് ലാഭം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ആ ലാഭത്തിന്റെ റിസ്ക് എന്തുകൊണ്ടാണ് അൻസിബ എടുക്കാഞ്ഞത്? അൻസിബ റിസൈൻ ചെയ്തിട്ടില്ല. ഇല്ല, അൻസിബ കുടുംബസംഗമം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നതിന്റെ ഒരൊറ്റ കമ്മിറ്റിയിൽ ആ കുട്ടി വന്നിട്ടില്ല, ഒരൊറ്റ മീറ്റിങ്ങിൽ വന്നിട്ടില്ല. ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഫണ്ട് വാങ്ങിക്കുന്നതിന്റെ പ്രാഥമിക ചർച്ചകൾ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾക്കും പല കൺസേൺസും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ഫണ്ട് വാങ്ങിയാൽ എങ്ങനെയാണ്, നാളെ നമുക്ക് പരാതിയാവോ, ഇത് ചാരിറ്റി ആക്ടിൽ വരുമോ, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ലാസ്റ്റ് ലോയേഴ്സുമായിട്ടൊക്കെ പല ഡിസ്കഷനും ശേഷമാണ് ഇത് വാങ്ങാമെന്ന തീരുമാനം എത്തുന്നത്. അപ്പം അത് ഒപ്പോസ് ചെയ്ത വ്യക്തി അൻസിബ മാത്രമല്ല, വേറെ ആൾക്കാരും അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് സന്തോഷ് കീഴാറ്റൂർ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്, സിജോയ് വർഗീസ് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സെക്രട്ടറി പോലും അതിന് വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഈ കുട്ടി വിചാരിക്കുന്നത് എന്താണ്, അപ്പൊ ഈ പ്രാരംഭ ചർച്ചകളിലൊന്നും ഈ കുട്ടി പങ്കെടുക്കാത്തതുകൊണ്ട് ഇതൊരു പുതിയ കാര്യം എന്ന രീതിയിൽ ഈ കുട്ടി പറഞ്ഞിട്ട് ഭദ്രകാളി തുള്ളി ഞങ്ങളൊക്കെ കണ്ടു, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കണ്ടു. അപ്പൊ നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാം നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തത്. മനസ്സിലായോ? അപ്പം ഈ സ്റ്റീഫൻ ദേവസിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പെയിൻ ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ. ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം, നോ സൈഡ് എഫക്ട്സ്, ഒരു അമൃത് വേണി ഉൽപ്പന്നം. അൻസിബയുടെ തീരുമാനത്തിന് നമ്മൾ വേണ്ട ഭൂരിപക്ഷ അഭിപ്രായം അത് വാങ്ങാമെന്നാണെന്ന് ഓർത്ത് നമ്മൾ വാങ്ങിയത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റീഫൻ ദേവസിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ട്, മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ട്. ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നിടം വരെയുള്ള മ്യൂസിക് ചെയ്യണം. അത് ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞിട്ടല്ല. അതായത് നമ്മൾ 1 കോടി രൂപയ്ക്ക് ഒരു ചാനലിൽ നമ്മുടെ ഈ പ്രോഗ്രാം കുടുംബസംഗമം അപ്പാടെ വിൽക്കുകയാണ്. അപ്പം അത് അതിൻ്റെ ക്വാളിറ്റിയിൽ കൊടുക്കണം, അവർക്കത് സംപ്രേഷണം ചെയ്യാൻ പറ്റണം. വേറെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഇളയരാജയുടെയോ അല്ലെങ്കിൽ വേറൊരാളുടെയോ പാട്ടെടുത്ത് നമുക്ക് ഇന്നത്തെ കാലത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെക്കാനായിട്ട് പറ്റില്ല. ഞങ്ങളുടെ അമ്മയിൽ 25-ലധികം ആൾക്കാരുണ്ടായിരുന്ന ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, അതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണം. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും AV ഉണ്ട്, ആ AVക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണം. നമ്മുടെ ഓരോരുത്തർ കയറി ഇറങ്ങുന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മ്യൂസിക് വേണം. ഇത് വേറൊരു പടത്തിൻ്റെയോ വേറൊരു കാര്യത്തിൻ്റെയോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഒരു ഹോൾ ഷോ, എൻ്റയർ ഷോ, സ്പോർട്സ് തൊട്ട് തുടങ്ങി നമസ്തേന്ന് വിളക്ക് കത്തിക്കുമ്പോൾ തൊട്ട് ഇത് തുടങ്ങി എപ്പോഴാണോ അവസാനിക്കുന്നത് ആ അവസാനിക്കുന്നത് വരെയുള്ള മ്യൂസിക് ചെയ്യാനാണ് ഈ പറഞ്ഞ പൈസ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ സുരേഷ് ചേട്ടന് കാര്യം മനസ്സിലായോ? അല്ലാണ്ട് അത് ശരിയാണ്, 20 മിനിറ്റോ 1 മണിക്കൂറോ എന്തോ ആണ് അദ്ദേഹം ഒരു പെർഫോമർ ആയിട്ട് സ്റ്റേജിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് കിട്ടിയ ബോണസ് ആണ്, അഡീഷണൽ കിട്ടിയ ബോണസ് ആണ്. ഇതാണ് ഇതിന്റെ വാസ്തവം. എന്നിട്ട് ഈ 11 ലക്ഷം അദ്ദേഹത്തിന്റെ പേയ്മെന്റും ഇതും അത് കൊടുക്കണ്ടേ ചേട്ടാ? അതായത് 5 ദിവസം 6 ദിവസം അല്ല, എനിക്ക് തോന്നുന്നു ഒരു 7-8 ദിവസത്തോളം ഇരുന്നിട്ടാണ് ഇത് വർക്ക് ചെയ്തത്, ഈ മ്യൂസിക് ചെയ്തത്. അപ്പൊ സെക്രട്ടറി ഒപ്പിട്ടിട്ടാണല്ലോ ഇത് അപ്രൂവൽ ആവുന്നത്. അന്ന് എന്തുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്തില്ല? ഏതെങ്കിലും ഒരു കമ്മിറ്റി അപ്രൂവ് ചെയ്യാതെ ഇതിന് മുന്നോട്ട് പോവില്ല. ഈ കമ്മിറ്റിയിൽ ഈ കുട്ടി അപ്പം വന്നിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? റഫ് മിനിറ്റ്സ് എഴുതേണ്ട ആളാണ് ജോയിന്റ് സെക്രട്ടറി അൻസിബ. പുള്ളിക്കാരി വന്നിട്ടില്ല. എന്നിട്ട് അത് മാത്രമല്ല, പിന്നെ ഇവർക്ക് പിന്നെ ഒരു അഡീഷണൽ എക്സ്പെൻസ് വന്നതെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഹോട്ടൽ കൊടുക്കുമ്പം നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പം നിയർ ബൈ നമുക്ക് ഹോട്ടൽസ് ആ റേറ്റിലൊന്നും ഇല്ല. പിന്നെ അവർക്ക് ഹോട്ടലിൻ്റെയും ഫുഡിൻ്റെ ആയിട്ട് കളമശ്ശേരിയിൽ ഏതോ ഇവർ സ്ഥിരം ഇരിക്കുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ റെൻറ്റ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു, റെൻറ്റും ഫുഡും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അങ്ങോട്ട് ഒരു 22,000-28,000 രൂപ ഒരു അഡീഷണൽ ബില്ലും വന്നിട്ടുണ്ട്. ഇതാണ് സത്യം. പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു അവമതിപ്പുണ്ടാക്കിയ കാര്യം എന്ന് പറയുന്നത് വിഷ്ണുപ്രിയയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതോടെ അതിലെ സംഭാഷണം ഒട്ടും ഞാൻ പറയുന്നത് ഒട്ടും കുലീനമായിരുന്നില്ല. പക്ഷെ അംഗങ്ങൾക്കടക്കമല്ല എല്ലാവർക്കും അതിന് വല്ലാത്ത ഡാമേജ് ഉണ്ടാക്കി. ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അത് തെറ്റായി പോയെന്ന് ലക്ഷ്മിപ്രിയക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴെങ്കിലും നല്ല ചേട്ടാ, അപ്പോഴേ തന്നെ ഞാനത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതായത് ആദ്യമേ ഞാനത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചതാണ് ഇത്. അപ്പം ഇത് ഒഫീഷ്യലി വരുന്ന പല കാര്യങ്ങളും പുറത്ത് അവിടെ നടക്കുന്ന സമയത്ത് തന്നെ ഇത് ലൈവായിട്ട് പുറത്തേക്ക് ടെലികാസ്റ്റിംഗ് പോകുന്നുണ്ട്. അതൊരു വലിയ ദുരന്തമാണ്. അതെ അതെ അതെ. അതാരായി ശരിക്കും അതിനകത്ത് പിന്നിൽ അവിടെ അത് ചിലര്, ഞാൻ ആ ഒരു ഇഷ്യൂവിന് ശേഷം ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല.
സംശയമുണ്ട്, സംശയമുള്ളവരൊക്കെ ഉണ്ട്. പേര് പറയുന്നില്ല, ഇല്ല ഇല്ല, അതിനൊക്കെ തെളിവില്ല. അതെനിക്ക് തെളിവില്ലാത്ത കാര്യങ്ങൾ ഇന്ന ആള് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഓഫ് കോഴ്സ് എൻ്റെ വോയിസ് അംഗങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്തത് നീന കുറുപ്പ് ചേച്ചി തന്നെയാണ്. കാരണം ഇത് കിട്ടിയ പലരും എന്നെ വിളിച്ച് നീന ചേച്ചി അയച്ചു തന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അംഗങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്തത് നീന ചേച്ചി തന്നെയാണ്. ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ, തുറന്നു പറഞ്ഞല്ലോ, വിക്ടിം കാർഡ് കളിക്കണം എന്ന് അതുല്യയുടെ കേസിൽ പറയുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, അതായത് അതിനുണ്ടാവാനുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജനറൽ ബോഡിയിൽ അത് പറയണമെന്നും അതിന്റെ തെളിവും എൻ്റെ കയ്യിൽ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു, അത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതായത് അമ്മ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഇമോഷനാണ്, ഒരു വല്ലാത്തൊരു ഇമോഷനാണ്. അപ്പം ഈ അമ്മ അസോസിയേഷനെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാരുടെ സ്നേഹം അതിൽ നിന്ന് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. അവരെല്ലാം ഇന്ന് വെറുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതിൽ എനിക്ക് പരാതിയൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ വിധിച്ചിട്ടുണ്ട്, ആ വിധി മാത്രമേ നടപ്പിലാവുകയുള്ളൂ. അപ്പോൾ പിന്നെ അവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട്, അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇവരൊരു കാലത്ത് മലയാള സിനിമയിലെ ഭയങ്കര വലിയ അവിഭാജ്യ ഘടകങ്ങളായിരുന്ന സുന്ദരിമാരായിരുന്ന നായികമാരായിരുന്ന ആൾക്കാരാണ്. അപ്പം അവരെ ഒന്നും ആരും ഇപ്പം കണ്ടാൽ ഒരു മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിലാണ്. അപ്പം ഇവരെ കോർത്തിണക്കിക്കൊണ്ട് പ്രോഗ്രാംസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം രാവിലത്തെ തിരുവാതിര എന്ന് പറഞ്ഞാൽ 48 പേരടങ്ങുന്ന തിരുവാതിര, 48 അമ്മമാർ, എല്ലാം 60+ അല്ലെങ്കിൽ 50+ ഉള്ള ആൾക്കാരാണ്, മുഴുവൻ പേരും അങ്ങനെയുള്ളവരാണ്. അപ്പം അത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഒരു LKG കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇതിനകത്ത് മുട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുണ്ട്, കിഡ്നി സർജറി റിമൂവൽ കഴിഞ്ഞ് നമ്മളുടെ ഒരു കിഡ്നിയേ ഉള്ളൂ, നമ്മുടെ വിചിത്ര എന്ന് പറഞ്ഞ ആൻറ്റി, പിന്നെ അതുപോലെ പലരും പല 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 ആൾക്കാരും, നമ്മളുടെ മോനിഷ ചേച്ചിയുടെ അമ്മ ശ്രീദേവി ഉണ്ണി ആൻറ്റി, ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ കളിക്കുന്നത്. ഇവരെല്ലാം കോർത്തിണക്കി നിലത്തിരുന്ന് ഇവരുടെ കാല് പിടിച്ചു വെച്ചാണ് തിരുവാതിര പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു നൃത്തശില്പം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത സന്തോഷം ആലോചിച്ച് നോക്കൂ ചേട്ടാ. പൊന്നമ്മ ബാബു ആൻറ്റിയാണ് ശിവൻ, അന്ന് അറിയാലോ ചേട്ടന്. കൃഷ്ണനായിട്ട് വരുന്നത് നമ്മുടെ ശ്രീദേവി ഉണ്ണി ആൻറ്റി. അപ്പം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് ഈ ഇൻഡസ്ട്രി തന്നെ ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഇവർക്ക് അത്ര ഓർമ്മക്കുറവില്ല. മറ്റ് പലർക്കും ഇവരുടെ മൂവ്മെൻറ്റ്സോ പൊസിഷൻസോ ഒന്നും അറിയില്ല. അതിന് നമ്മൾ ഹിന്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സജിത ബേട്ടിയാണ് അതിലൊരു മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ സജിത ബേട്ടി ഇങ്ങോട്ട് പോകുമ്പോൾ അവർക്കറിയാം ഇവർ ഇതുപോലെയാണ് ചെയ്യേണ്ടതെന്ന്. ആ സജിത ബേട്ടിയാണ് ഇവരുടെ ക്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സജിത ബേട്ടി ആ സമയമായപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം അനൗൺസ് ചെയ്തു, മമ്മൂക്ക ഇരിക്കുന്നു, ലാലേട്ടൻ ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു, ഞാൻ കയറി അനൗൺസും ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ലക്ഷ്മി സജിത സ്റ്റേജിൽ വന്നിട്ടില്ല കേട്ടോ എന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവർക്ക് സജിത ഇല്ല, നിങ്ങൾ കളിച്ചോണം, അല്ലെ സൈഡിൽ നിൽക്കുന്ന എന്നെ നോക്കി കളിക്കണമെന്ന് പോലും എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം എല്ലാവരും സ്റ്റേജിൽ കയറി കഴിഞ്ഞു. ആ നിമിഷം പിന്നെ സുരേഷ് ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ പറയുകയാണ്, എങ്ങനെയെങ്കിലും കളിക്ക്, ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിൽക്കുക. പിന്നെ ഈ കളിക്കുന്നത് അമ്മമാരായതുകൊണ്ടൊക്കെ പിന്നെ കോമഡി ആണല്ലോ. പൊന്നമ്മ ബാബു ആൻറ്റിയെ പോലത്തെ ശിവനെയൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ കുനിഞ്ഞു കടന്ന് ചിരിക്കുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് പറ്റിയ തെറ്റും അബദ്ധങ്ങളൊന്നും സത്യത്തിൽ അങ്ങനെ നോട്ടീസ് ചെയ്യപ്പെട്ടത്, അങ്ങനെ പാസ് മാർക്ക് നേടി അങ്ങനെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ സജിത ബേട്ടി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടുകയാണ്, നീന കുറുപ്പ് ചേച്ചി സജിത ബേട്ടിയെ പൂട്ടിയിട്ടു. എന്നിട്ട് ഈ കുട്ടി കരഞ്ഞോണ്ട്, ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുന്ന കരഞ്ഞോണ്ടിരിക്കുന്ന ഫോട്ടോ, ഡ്രസ്സ് ഊരി മടിയിൽ വെച്ചിട്ടിരിക്കുന്ന ഫോട്ടോ, ഇതെല്ലാം ഈ കുട്ടി അയച്ചു തരാണ്. അപ്പം മറ്റേ രമാദേവി ആൻറ്റിയോട് നേരിട്ട് ഈ കുട്ടി പറഞ്ഞു പൂട്ടിയിട്ടിട്ടുണ്ടെന്ന്. അപ്പം രമ ആൻറ്റി ആശ്വസിപ്പിക്കുകയാണ്, സജിത കുട്ടി മോള് കരയല്ലേ, പോട്ടെ മോളെ, അടുത്ത പ്രോഗ്രാമിന് കളിക്കാമല്ലോ നമുക്ക്. അപ്പം മോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എന്നെ പൂട്ടിയിട്ടു ആൻറ്റീന്ന് മോള് പറഞ്ഞില്ലേ. ഇതൊക്കെ പറഞ്ഞ് എല്ലാം മെസ്സേജ് അയക്കുമ്പോൾ ഞാനിക്കാകപ്പാടെ, ഞാൻ ഉച്ചയ്ക്കാണ് മെസ്സേജ് അയക്കുന്നത്, പിറ്റേ ദിവസമാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. രാത്രി ഇവർ അയച്ചിരിക്കുന്ന ഗ്രൂപ്പിലെ ഡിസ്കഷൻ ഞാൻ കേട്ടില്ല. പിറ്റേ ദിവസം കേട്ടപ്പോൾ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഞാൻ ആലോചിക്കുന്നത് എന്താണ്, 83 വയസ്സും 90 വയസ്സും ഒക്കെ ആയ ഇത്രയും പ്രായമുള്ള അമ്മമാർ, 40 വർഷത്തിന് ശേഷം സ്റ്റേജിൽ കയറുന്ന അമ്മമാർ, അവരൊരു വിളക്ക് കത്തിക്കാൻ പോലും, ഒരു ഉദ്ഘാടനത്തിന് പോലും അവർ സ്റ്റേജിൽ കയറിയിട്ടില്ല. അങ്ങനത്തെ അമ്മമാരെ നമ്മൾ പഠിച്ച് സ്റ്റേജിൽ കയറ്റുമ്പോൾ ഇവർ ഈ ചെയ്തത് ശരിയായില്ലല്ലോ, ഇവരോടൊക്കെ ഇത്രയും ദുഷ്ടത്തരം ചെയ്ത ദുഷ്ടയായ സ്ത്രീ എന്ന ഇമോഷനിലാണ് സത്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പറയുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത്രയും വാക്കുകൾ പറയണ്ടായിരുന്നു എന്ന്. പക്ഷേ ഈ പറഞ്ഞ ഉടനെ ഇവരുടെ മറുപടി എന്താണ് എന്ന് കേൾക്കാൻ
ഇത് സമയം കിട്ടിയില്ല. സെക്രട്ടറി അതിനെ മ്യൂട്ട് ചെയ്ത് വെച്ചു, അതായത് അഡ്മിൻസ് ഒള്ളിയാക്കി വെച്ചു. ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനല്ലോ. പിറ്റേ ദിവസം തൊട്ട് ഇത് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു തെറ്റ് ചെയ്തു പോയി, നമ്മൾ എഴുതു പോയി, പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, അത് വരുന്നത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾക്കൊരു ഓൺലൈൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അവരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് രേഖാമൂലം മാപ്പ് കത്തയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് മുന്നിൽ എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ പെൻഡ്രൈവ് അടക്കം നമ്മളെല്ലാം കൊടുത്തു. നമ്മുടെ ഫോണിലുള്ള രേഖകളെല്ലാം ഈ സജിത ബെട്ടി പറഞ്ഞതും ഇത് പറഞ്ഞതും എല്ലാം പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ മാറി നിൽക്കാനോ ഞാൻ നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാനോ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഞാൻ കത്തയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീന ചേച്ചി കരച്ചിൽ നിർത്തുന്നില്ല. 1 മാസത്തേക്ക് മാറി നിൽക്കണം എന്നൊരു തീരുമാനം വരുന്നു. അപ്പോൾ ആ 1 മാസം മാറി നിൽക്കാനും ഞാൻ തയ്യാറായിട്ടുണ്ട്. അത്രയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? പിന്നീട് പലരും പറഞ്ഞ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സജിത ബേട്ടി കള്ളം പറഞ്ഞതാണ്, അങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോഴും അങ്ങനെ സജിത ബേട്ടി ഇപ്രാവശ്യം ജനറൽ ബോഡിക്ക് വന്നിട്ടില്ല. നമ്മൾ അവരെയും കൂടി ഇരുത്തി ചോദിച്ചാലല്ലേ ഇങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് അതിനകത്ത് അതിവൈകാരികമായിട്ട് ഈ അമ്മ എന്ന ഇമോഷൻ അത്ര കൂടുതലായതുകൊണ്ട് ഞാൻ പെരുമാറിയത് മോശമായി പോയി. അത് ഒരു തരത്തിലുള്ള ഒരു വലിയ ആ സംഘടനയെ ഒരു വലിയ അവമതിപ്പിലേക്ക് അവരോർത്തത്, ഇത് ലീക്ക് ചെയ്യിപ്പിച്ചവരോർത്തത് ഇത് ലീക്ക് ചെയ്യുന്നതിലോടുകൂടി ഞാൻ മാത്രമേ നാറുള്ളൂ എന്നാണ് അവരോർത്തത്. പക്ഷേ എല്ലാവരും അതിനകത്ത് നാണം കെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. പിന്നീടായിരിക്കാം ഒരു പക്ഷേ മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് അനുകൂല ഘടകങ്ങൾ നിയമപരമായി നേരത്തെ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ബയൽ പ്രകാരം അങ്ങനെ ഇല്ല. അതായത് ഇത് നേരത്തെ നോട്ടീസ് കൊടുക്കണം, അവിശ്വാസത്തിന് നിൽക്കാറുള്ളത്. അപ്പൊ നിലവിൽ അങ്ങനെ ഒരുപാട് ലൂപ്പ് ഹോൾസ് നിൽക്കേ തിരിച്ച് നിയമപരമായി പോരാടി തിരിച്ചു വരാനോ ഇല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ചെയ്യാനോ നിങ്ങൾ പുതിയ ഭരണസമിതി അല്ലെങ്കിൽ പഴയ ഭരണസമിതിക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടോ? അങ്ങനെ തിരിച്ചു വരണം എന്ന് തന്നെയാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റായിട്ട് ബാക്കി ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. എനിക്ക് വൈസ് പ്രസിഡന്റും ആവണ്ട, എനിക്ക് സെക്രട്ടറിയും ആവണ്ട, അമ്മ എന്ന് പറയുന്ന സംഘടനയോ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ആനുകൂല്യങ്ങളും എനിക്ക് വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇനി എന്ത് തന്നെന്ന് പറഞ്ഞാലും എനിക്കിനി അത് വേണ്ട. പക്ഷേ അവർ നിയമപരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ, ആ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാൻ എല്ലാവിധ പിന്തുണയുമായിട്ട് നിയമസഹായത്തിന് ഞാൻ കൂടെ ഉണ്ടാവും, നിയമപരമായിട്ട് കൂടെ ഉണ്ടാവും. ഇല്ല, പിൻവലിക്കില്ല. കാരണം നമ്മളെ എന്താ പറയുക, ഒന്നാമത് നിങ്ങൾ ഈ പുറത്ത് കാണുന്ന രീതിയിലല്ല ഈ സംഘടനയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ഒരു 2ാം നിരയോ 3ാം നിരയോ ഒരു നടി മാത്രമാണ്, ഞാനൊരു നായികയല്ല. ഞാൻ അഭിനയിച്ചിട്ടുള്ള ഈക്വൽ ടു ഹീറോയിൻ ആയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. കഥ തുടർന്നുവാണെങ്കിലും ഭാഗ്യദേവതയാണെങ്കിലും ഇതിനപ്പുറമാണെങ്കിലും മോളി ആൻഡി റോക്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിച്ച ചിത്രങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും എന്താ പറയുക, നമ്മളെപ്പോലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ വളരെ വിഷമമാണ്. അപ്പോൾ ഈ സംഘടനയിലെ ഈ സാഹോദര്യം, സ്നേഹം എന്നൊക്കെ ഈ പറച്ചിലിന് മാത്രമേ ഉള്ളൂ. എപ്പോഴും വലിയ ആൾക്കാർ എപ്പോഴും വലിയവരും ചെറിയ ആൾക്കാർ എപ്പോഴും ചെറിയ ആൾക്കാരുമാണ്. ആൾക്കാരെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് തന്നെയാണ് ഈ സംഘടന കാണുന്നത്. ആ ഒരൊറ്റ ദിവസം ജനറൽ ബോഡിയിൽ ആരെങ്കിലുമൊക്കെ കയറി നിന്ന് പറയും നമ്മൾ സഹോദരങ്ങളാണ്, സഹപ്രവർത്തകരാണെന്നൊക്കെ. ഈ സഹോദരനെയോ സഹപ്രവർത്തകനെയോ ഒന്ന് കണ്ടാൽ അദ്ദേഹം ഒന്ന് മിണ്ടുക പോലും നമ്മളെടുത്ത് ചെയ്യില്ല. മനസ്സിലായോ? എൻ്റെ അനുഭവമല്ല, ഒരുപാട് പേർക്ക് എൻ്റെ അനുഭവം മാത്രമേ, എനിക്കത് തന്നെയാണ് അനുഭവം. എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രമുഖ നടൻ്റെ അടുത്ത്, അതാണ് എൻ്റെ 3 വലിയ മനുഷ്യർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഇതിവൃത്തം പോലും അതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്? സമൂഹത്തിൽ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണോ മനുഷ്യനെ വലിയവനാക്കുന്നത്? മനുഷ്യനെ വലിയവനാക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഒരു പുസ്തകത്തിൻ്റെ കണ്ടന്റ് പോലും എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോട് യാതൊരു ഇതുമില്ലാത്ത ഓരോ അതെനിക്ക് പറയാൻ താല്പര്യമില്ല. ഒരു വലിയ നടൻ, മഹാനടൻ. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ മെസ്സേജൊക്കെ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ലക്ഷ്മിപ്രിയയുടെ പുസ്തക പ്രകാശനത്തിനും ലക്ഷ്മിപ്രിയയുടെ പുസ്തകത്തിന് അവതാരിക എഴുതാനും ലക്ഷ്മിപ്രിയയുടെ നാടകം കാണാനും ഒക്കെ വരുന്ന വിധത്തിൽ ലക്ഷ്മിപ്രിയ ഇനിയും വളരട്ടെ. അപ്പോൾ അദ്ദേഹം ഐ എം നോട്ട് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇട്ടു. അമ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറേ കൂടി സ്നേഹവായ്പുള്ള ഒരു സംഘടനയാണ്. കാരണം അതിൻ്റെ തുടക്കം മുതൽ
അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അതിനകത്തുള്ളവരും എല്ലാവരും. പക്ഷെ എന്നിട്ടും അങ്ങനെ ഒരു വിഷയങ്ങൾ ഇങ്ങനെ പുറം ലോകത്തെത്തുമ്പോൾ എവിടെയൊക്കെയോ പല കാര്യങ്ങളും മൂടിവെക്കപ്പെടുന്നു എന്നുള്ളത് തോന്നലുകൊണ്ടാണ് ലക്ഷ്മിയെ തേടി വന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മിയായി ഇനിയും ഉയർന്ന ഒരു ലക്ഷ്മിയായി മാറട്ടെ. അതിന് എല്ലാ സഹായങ്ങളും ദൈവത്തിനടുത്തുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് ഈ അന്ന് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എല്ലാം ഒരുക്കി, ഭക്ഷണം അറേഞ്ച് ചെയ്തു, സമ്മാനങ്ങൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഒരു ഗ്ലാസ് ചായ കുടിച്ചോ എന്ന് പോലും ഒരു മനുഷ്യരും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഞങ്ങൾ 15 പേരും ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് നിന്നത്. ലാസ്റ്റ് ദാഹിച്ച് തൊണ്ട ഉണങ്ങുന്ന സമയത്ത് ജോയ് മാത്യു ചേട്ടനോ എവിടുന്നോ ആരോ പൊട്ടിച്ചിട്ട് ബാക്കി വെച്ച ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് എനിക്ക് തരുവാണ് ചെയ്തത്. ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ഈ വന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെ ഇഷ്ടംപോലെ തെറിയൊക്കെ പറഞ്ഞ് കൈ നിറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ അങ്ങ് പോയി. അതോടുകൂടിയിട്ട് ഇത്തരം ആൾക്കാരെ സേവിക്കുന്നതിനോ ഇത്തരം ആൾക്കാരുടെ ഇടയ്ക്കോ ലക്ഷ്മിപ്രിയെ പോലൊരാൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷൻ്റെ പുറത്തെടുത്ത്, അങ്ങനെ ഞാൻ ഇമോഷണലാണ്, ശരിയാണ്, എനിക്ക് ഫീലിങ്സ് ഒന്നും ഹൈഡ് ചെയ്യാനായിട്ട് അറിയില്ല. വളരെ സാധുവായിട്ടുള്ള, വളരെ സത്യസന്ധയായിട്ടുള്ള, സത്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഘോരം വന്നിരുന്ന് സംസാരിക്കുന്നവരാരും എൻ്റെ ഭാഗം കേൾക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഈ നിമിഷം വരെയും ശ്രമിച്ചിട്ടില്ല. പലതും ആർക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് ഞാൻ സ്വയമേ വിഴുങ്ങി മറച്ചു വെച്ചിട്ടുമുണ്ട്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ആർക്കും പ്രശ്നം ഉണ്ടാവണമെന്ന് വെച്ചിട്ടല്ല, ഇതൊക്കെ തെളിവുകളുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ സേവിച്ചത്, നമ്മൾ കണ്ടത്, നമ്മുടെ മനസ്സിൽ ഇവർക്കുണ്ടായിരുന്നൊരു സ്ഥാനം ഒക്കെ ഓർത്തപ്പം നമുക്ക് തന്നെ നമ്മളോട് ഭയങ്കരമായി പുച്ഛം തോന്നിപ്പോയി. ആ പുച്ഛത്തിൽ നിന്നാണ് എനിക്കിത് വേണ്ട എന്ന് ഞാൻ 100% തീരുമാനിച്ചത്. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ എഴുതാൻ അറിയുന്ന ആളാണ്, ഡാൻസ് പഠിപ്പിക്കാൻ അറിയുന്ന ആളാണ്, അങ്ങനെയൊക്കെ നാടകം ഇപ്പോഴും ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ ഇനി എനിക്ക് സിനിമകളൊന്നും ഇല്ലായിരിക്കും, എനിക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല, ഞാൻ നാടകത്തിൽ അഭിനയിക്കും. ഉത്സവപ്പറമ്പിൽ നാടകം കളിക്കാൻ പോകും ലക്ഷ്മിപ്രിയ വീണ്ടും. അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ, തെരുവ് നാടകം കളിക്കണമെങ്കിൽ തെരുവ് നാടകം കളിക്കും. നന്നായിട്ട് എഴുതാൻ അറിയാം, എഴുതും, പ്രസംഗിക്കും. പിന്നെ നമ്മുടേതായിട്ടുള്ള ഉയരാൻ, ഇപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാലിബറുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞതുപോലെ മറ്റ് ഒരു മേഖല അടയുമ്പം പല മേഖലകളിലെ കഴിവ് നമുക്ക് തുറക്കുമായിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വളർന്ന് വലുതാവാൻ ഈശ്വരൻ എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ സ്വയം പ്രാർത്ഥിക്കുന്നു.